ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ജോലി സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ പങ്കിടാനുമാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകാനുള്ള വഴിയാണ്. അപ്പോൾ ഞാൻ പതിയെ രാവിലെ ഇരുന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ജോലി സ്ഥലത്ത് ചെന്നിട്ട് കാണാം. നമ്മൾ ജോലി സ്ഥലത്തോട്ട് പോകുമ്പോഴുള്ള നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജോലി സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു ഭംഗിയുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു കുന്നിൻ ചെരിവാണ്. ഇവിടെ 2-3 വീടുകളുണ്ട്. അതിലൊരു വീടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ജോലി സ്ഥലത്തോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു റംബൂട്ടാൻ ഫാമിലാണ്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഇത് അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ വെളിയിൽ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ളൊരു അനുമതിയേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇന്ന് ഇത് എന്തായാലും അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ നിങ്ങളെ എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് റംബൂട്ടാൻ വിശേഷങ്ങളാവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ 2ാമത്തെ ദിവസമാണിത്. ഇന്ന് ഞാൻ വേറൊരു സ്ഥലത്താണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് 3 അടി സമചതുരമുള്ളൊരു കുഴിയാണ്. അതിൽ ചപ്പും കരികിലയും ഇട്ട് തീ കത്തിച്ച് അതിനുശേഷം മുകളിൽ നിന്ന് മണ്ണ് വലിച്ചിട്ട് മരച്ചീനിൽ കൂമ്പൽ പോലെ ചെയ്തിട്ട് ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂട്ടി ഇളക്കി മരച്ചീനി നടന്നതുപോലെ കൂട്ടി വെച്ച് കുഴി കുത്തി തെങ്ങിറക്കി വെക്കും. പിന്നെ ചകിരി വെച്ച് കൂമ്പൽ പോലെ ആക്കി മണ്ണ് ചവിട്ടി മുകളിൽ മണലും കുമ്മായം ഇട്ട് മൂടും. ഇതാണ് സാധാരണയായി കണ്ടുവരുന്ന തെങ്ങ് നടുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ രീതി. ഇതെൻ്റെ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ്. എന്തായാലും ഞാൻ എന്നും വരുമ്പോൾ ഇത് ആസ്വദിച്ചാണ് വരുന്നത്. ഇനി നിങ്ങൾ ആസ്വദിക്കും. ഇത് വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുരുമുളക് ചെടിയാണ്. പിന്നെ ഇത് വർഷത്തിലൊരു 9 കിലോ കുരുമുളക് തരും. എന്നും ഇതൊരു നിറയെ കായുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ വേറെയും ഒരുപാട് രീതിയിലുള്ള കുരുമുളകുകളുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന അത്ര കായ്ഫലം നിങ്ങൾക്ക് വേറൊരു ടൈപ്പ് ഓഫ് കുരുമുളകിൽ നിന്നും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളൊക്കെ കുരുമുളക് വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരം രീതിയിലുള്ള കുരുമുളക് വെക്കാൻ നോക്കുക. കാരണം എന്നും ഇതിൻ്റെ കായ്ഫലം നമുക്ക് ഒരുപാട് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ഇത് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളാണ്. അപ്പോൾ ഇത് വെള്ള ജമന്തി ഉണ്ട്, ഇതിൽ മഞ്ഞ ജമന്തി ഉണ്ട്, കറ്റാർവാഴയുണ്ട്. അതുപോലെ അനവധി ചെടികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ബാക്കി കാര്യം നമുക്ക് സംസാരിക്കാം.
അപ്പോൾ ഇതാണ് എൻ്റെ വീട്. കുറച്ച് നല്ല നല്ല ചെടികളും കുറച്ച് കോഴികളും കുറച്ച് പച്ചപ്പും കുറച്ച് ഹരിതാപവും ഒക്കെ ഉള്ളൊരു കൊച്ചു വീടാണ് എൻ്റേത്. വീടിനെക്കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.